അർബൻ ക്ലാസ് എന്ന് പറഞ്ഞത് ലിറ്ററലി പെട്ടുകിടക്കുകയാണ്. അവർക്ക് മാർക്കറ്റിൽ ജോലിയില്ല. ഇതാണ് സ്ഥിതി. ഇതിനെപ്പറ്റിയൊന്നും ഗവൺമെൻറ് ഈ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും തന്നെ പുറത്തു വിടുന്നില്ല. കാരണം പുറത്തു വിട്ടാൽ ഇതിനേക്കാളും ഭീകരമാണ് സ്ഥിതി. അതാണ് അതിൻ്റെ കാരണം. നിങ്ങൾ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ 1.5 വർഷം മുമ്പ് കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. ഇന്ന് നിങ്ങൾ ഈ സ്റ്റാർട്ടപ്പുകൾ കേൾക്കുന്നുണ്ടോ? അതായത് ഇന്ത്യയിൽ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകളിൽ ഒരു 90% മടക്കി കെട്ടി. ചില സ്റ്റാർട്ടപ്പുകൾ നിൽക്കുന്ന ഈ ഡെലിവറി ബോയ് ഇത് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ സ്റ്റാർട്ടപ്പ് ഇന്ന് നിലനിൽക്കുന്നത്. ബാക്കി സ്റ്റാർട്ടപ്പുകൾ മുഴുവനും നാശമായിപ്പോയി. ചില സ്റ്റാർട്ടപ്പുകൾ രക്ഷപ്പെട്ടു. അവർ നേരെ അമേരിക്കയിലോട്ടോ UK മറ്റുള്ള രാജ്യങ്ങളിലോട്ടോ അങ്ങ് മാറി. കാരണം ഇന്ത്യയിലെ ടാക്സും മറ്റുള്ള കാര്യങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. അടുത്ത സമയത്തുണ്ടായത് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഒറാക്കിൾ. അത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് 30,000 പേരെയാണ് പിരിച്ചുവിട്ടത്. ഈ 30,000 പേരെ പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ അകത്ത് എത്രയാണ് ഇന്ത്യക്കാർ. അതായത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒറാക്കിളിലുള്ള 15,000 പേര് ഡയറക്റ്റ്ലി അവരുടെ ജോലി അങ്ങ് പോയി. ബാക്കി 30,000-നകത്ത് 10,000 പേരും അവർ ഇന്ത്യൻ ഒറിജിനാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ IT-യുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരുടെയും കൂടെ ജോലി അങ്ങ് പോയി. ആലോചിച്ചോണം, ഏകദേശം 27,000 പേര് ഒരു കമ്പനിയിൽ നിന്നും മാസീവായിട്ട് ലേ ഓഫ് ചെയ്തു. ഇത് പത്രങ്ങളിലൊക്കെ വന്നു. കാരണം ഇത്രയും വലിയ ലേ ഓഫ് വന്നു കഴിഞ്ഞപ്പോഴും അത് പത്രങ്ങളിലെ വാർത്തയായിട്ട് വന്നു. പിന്നെ അതേപോലെ നമ്മളൊന്നും അറിയുന്നില്ല മറ്റൊരു ഘടകം. ഈ ചെറുതും വലുതുമായിട്ട് മീഡിയം സൈസിലുള്ള പല കമ്പനികളുണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ ക്ലയൻസിനെ ഒന്നും കിട്ടുന്നില്ല. എല്ലാം വരണ അമേരിക്കൻ ക്ലയൻസും വിദേശ ക്ലയൻസാണ് വരുന്നത്. ഈ വരുന്ന ക്ലയൻസിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെറിയ ചെറിയ ജോലികൾ മുഴുവൻ അനാലിസിസ്, അത് ഈ സാധനം ആ സാധനം, ഇതെല്ലാം ഈ AI കമ്പനികൾ അങ്ങ് ഏറ്റെടുത്തു. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാൻ പവറിൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല ട്രെയിൻഡ് നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മതി. അങ്ങനെ ബാംഗ്ലൂരും ഗുഡ്ഗാവിലും പൂനെയിലും മുംബൈയിലും ചെന്നൈയിലുമുള്ള പല കമ്പനികളിലും അവിടുന്ന് ആൾക്കാരെ ലേ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.